ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് KSRTC ബസ്സിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ. ഇനി നമ്മൾ ഒരു പീസിൽ വരച്ച് എടുത്തിട്ട് വേറൊരു പീസും കൂടെ വെച്ച് ഒട്ടിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് ഇനി നമ്മൾ അതിൻ്റെ ബമ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ബമ്പർ കട്ട് ചെയ്തതിന് ശേഷം ഗ്രില്ല് ഹെഡ്ലൈറ്റ് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗ്രില്ലാണ് ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞാണ് ഹെഡ്ലൈറ്റ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഗ്രില്ല് 2 പീസിൻ്റെയും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രില്ല് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഗ്രില്ലിൻ്റെ 2 പീസും വെച്ച് ഒട്ടിക്കണം. ഇനി നമ്മൾ ഹെഡ്ലൈറ്റ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഹെഡ്ലൈറ്റിന് നമ്മൾ ആ ഒരു പീസിൻ്റെ മാത്രം ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്താൽ മതി. 2 പീസിൻ്റെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല, ഒരു പീസിൻ്റെ മാത്രം കട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ അപ്പുറത്തതും കൂടെ കട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്താൽ മതി. നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ പീസ് കട്ട് ചെയ്യാൻ കുറച്ച് ഒടിഞ്ഞിരുന്നതാണ്. നമ്മളതിപ്പോൾ ഒന്ന് കത്തി വെച്ച് തന്നെ മുറിച്ച് സെറ്റാക്കിയാണ്. ഇനി നമ്മൾ സാൻഡ് പേപ്പറിൻ്റെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഗ്രില്ലിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒക്കെ ഭാഗം ഒന്ന് സാൻഡ് പേപ്പറിട്ട് ഉരച്ചെടുക്കുകയാണ്. ആ ഒരു വളവ് പോലത്തെയുള്ള പോർഷനൊക്കെ നന്നായിട്ട് തന്നെ സാൻഡ് പേപ്പറിട്ട് ഉരച്ച് സെറ്റാക്കിയാണ്. നമ്മളെ ഗ്രില്ലിൻ്റെ പോർഷന് അതുപോലെ തന്നെ ഉരയ്ക്കണം. പിന്നെ ആ പീസിൻ്റെ 4 സൈഡിലും ഒന്ന് ഉറച്ച് സെറ്റാക്കണം. നമ്മുടെ ഗ്രില്ല് അതിൻ്റെ അകത്ത് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ചെക്ക് ചെയ്യണം. പിന്നെ സൈഡൊക്കെ വളയ്ക്കണം. പിന്നെ നമുക്ക് ബമ്പർ സെറ്റ് ചെയ്യാം. ബമ്പർ അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ബമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പീസും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കട്ട് കിട്ടാനാണ്. ബാക്കി നിൽക്കുന്ന ആ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കാണണം. ബമ്പർ അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇനി ഒന്ന് വെച്ച് നോക്കണം ഇങ്ങനെ വെക്കുന്നത്. പിന്നെ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് അതിൻ്റെ മുകൾ വശം താഴെ വശം ഒന്ന് ഉരുണ്ട് വരുന്ന രീതിയിൽ സാൻഡ് പേപ്പർ ഇട്ട് വരയ്ക്കണം. നമ്മുടെ ആ ഫ്രണ്ട് വശത്തിൻ്റെ അടിഭാഗം ഇങ്ങനെ ഉരുണ്ട് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കണം. നമുക്കിന്ന് വെച്ച് നോക്കണം, നല്ല കറക്റ്റാണോ നോക്കാം. അതിന് ശേഷം നമ്മൾ ഒട്ടിക്കണം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒട്ടിക്കുകയാണ്. ഇപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വളയ്ക്കണം. അതിന് വേണ്ടി നമ്മൾ ബമ്പറിൻ്റെ പീസിന് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ ചൂടാക്കിയിട്ടാണ് പീസ് വളയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡും വളച്ചു. ഇനി നമുക്ക് ആ വളഞ്ഞു വരുമ്പോൾ ഒരു പീസിന് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അവിടെ നിന്ന് ഉരച്ച് സാൻഡ് പേപ്പറൊക്കെ ഇട്ടൊന്ന് ഉരച്ച് ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഹെഡ്ലൈറ്റിന് തുളയിടണം. അപ്പോൾ ആ ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ തുളയിടാൻ വേണ്ടി നമ്മൾ സോൾഡറിങ് അയണാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു സൈഡ് 2 ലൈറ്റ് വയ്ക്കുന്ന രീതിയിലാണ് വണ്ടി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രില്ലിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നമ്മൾ എടുക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ അടിയിലത്തെ 2 സൈഡിലെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 സൈഡിലെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഞാൻ ഈ വീഡിയോ ചെയ്തത് 2ാമത്തെ പീസ് കട്ട് ചെയ്യാതെ അതിൽ തുളയിടുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ ആ ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ 2 പീസിൻ്റെയും കട്ട് ചെയ്തിട്ട് എൻ്റെ ബാക്കിലൊരു പീസ് വെച്ച് ഒട്ടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ തുളയിട്ടാലും കുഴപ്പമില്ല. അത് സെറ്റായിട്ടിരുന്നോളൂ. നമ്മൾ 2 സൈഡും വളച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വണ്ടിയുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.